ഓം നമോ നാരായണായ. പണ്ഡിതശ്രേഷ്ഠനായിട്ടുള്ള മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ച നാരായണീയത്തിലെ 10-ാമത്തെ ദശകത്തിൻ്റെ വിവരണമാണ് ഇവിടെ ചെയ്യുന്നത്. 3 ലോകങ്ങളെയും സൃഷ്ടിച്ച ശേഷം ജീവജാലങ്ങളുടെ സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവിൻ്റെ അവസ്ഥയെപ്പറ്റിയുള്ള വിവരണമാണ് ഈ ഒരു ദശകത്തിൽ ഭട്ടതിരി വിവരിച്ചിട്ടുള്ളത്. 1-ാമത്തെ ശ്ലോകം: വൈകുണ്ഠ വർദ്ധിതബലോ അധ ഭവത്പ്രസാദാത് അംഭോജയോനിരസൃജത് കില ജീവദേഹാൻ ധാസ്നൂനി ഭൗരിഹ്യമയാണി തഥാ തിരശ്ച ജാതിർമനുഷ്യനിവഹാനപി ദേവഭേദാൻ. ഹേ വൈകുണ്ഠ, അല്ലയോ വൈകുണ്ഠവാസിയായിട്ടുള്ള ഭഗവാനെ, ഭവത്പ്രസാദാത്, അങ്ങയുടെ അനുഗ്രഹത്താൽ, വർദ്ധിതബലഃ അംഭോജയോനിഹി, വർദ്ധിതബലനായിട്ടുള്ള അല്ലെങ്കിൽ ശക്തി പൂർവാധികം ആർജിച്ചിട്ടുള്ള അംഭോജയോനിയായിട്ടുള്ള പത്മസംഭവനായിട്ടുള്ള ബ്രഹ്മദേവൻ അതായത് 3 ലോകങ്ങളെയും സൃഷ്ടി ചെയ്ത ശേഷം ഭൂർഹമയാണി ധാസ്നൂനി തഥാ തിരശ്ചാം. ഭൂർഹമയാണി, ഭൂമിയിൽ നിന്നും മുളച്ചു പൊന്തുന്ന വൃക്ഷലതാദികളെയും തുടങ്ങിയ ധാസ്നൂനി, സ്ഥാവര വസ്തുക്കളെയും, അതേപോലെ തന്നെ തഥാ തിരശ്ചാം, വിശേഷ ബുദ്ധിയില്ലാത്തതായിട്ടുള്ള മറ്റ് പക്ഷി മൃഗാദികളെയും, മനുഷ്യജീവഹാൻ ജാതീഹി, മനുഷ്യൻ തുടങ്ങിയ മറ്റ് വർഗങ്ങളെയും, ദൈവഭേദാൻ, ദൈവഗണങ്ങളെയും, ജീവദേഹാൻ അസൃജത് കില, മറ്റ് ജീവജാലങ്ങളെയുമെല്ലാം സൃഷ്ടിച്ചു പോലും. അപ്പോൾ 1-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ഈ 3 ലോകങ്ങളെയും സൃഷ്ടി ചെയ്ത ശേഷം ഭഗവാനായ അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് ബ്രഹ്മദേവൻ മറ്റ് എല്ലാ തരത്തിലുമുള്ള ജീവജാലങ്ങളെയും സൃഷ്ടി ചെയ്തത് എന്നാണ്. 2-ാമത്തെ ശ്ലോകം: മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതിഃ അജ്ഞാനവൃത്തിമിദം പഞ്ചവിധാം സൃഷ്ട്വാ ഉദ്ദാമ താമസപദാർത്ഥ വിധാനദൂനഃ തേനേ ത്വദീയചരണസ്മരണം വിശുദ്ധ്യൈ. സ മിഥ്യാഗ്രഹാസ്മി മതിഃ, രാഗ വികോപഭീതി, ആ ബ്രഹ്മദേവൻ പിന്നീട് വിദ്യാജ്ഞാനം, അഹങ്കാരം, രാഗം, കോപം, ഭീതി തുടങ്ങിയ ഇതി പഞ്ചവിധാം അജ്ഞാനവൃത്തിം സൃഷ്ട്വാ തുടങ്ങിയ ഇവയാണ് പഞ്ചവിധത്തിലുള്ള അല്ലെങ്കിൽ 5 വിധത്തിലുള്ള അജ്ഞാനത്തിൻ്റെ വ്യാപാരങ്ങൾ എന്ന് പറയുന്നത്. ഈ 5 വിധത്തിലുള്ള അജ്ഞാനങ്ങളുടെ അല്ലെങ്കിൽ ഈ 5 വിധത്തിലുള്ള അജ്ഞാനത്തിൻ്റെ രൂപഭേദങ്ങളുടെ സൃഷ്ടിക്ക് ശേഷം ഉദ്ദാമ താമസപദാർത്ഥ വിധാനദൂനഃ, താമസപദാർത്ഥങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ തമോ ഗുണം കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഈ തരത്തിലുള്ള പദാർത്ഥങ്ങളെ സൃഷ്ടിച്ച ശേഷം സ്വയം ദൂനനായി മാറി അല്ലെങ്കിൽ സ്വയം ഈ തമോ ഗുണങ്ങളുടെ ആധിക്യത്താൽ വീണ്ടും ക്ഷീണിതനായി മാറി. എന്നിട്ട് വിശുദ്ധേ ത്വദീയ ചരണസ്മരണം തേനേ, സ്വയം പരിശുദ്ധനാകുവാനായിട്ട് ഇതാ ഇവിടെ അങ്ങയുടെ ചരണങ്ങളിൽ നമസ്കരിച്ചിരിക്കുന്നു. അപ്പോൾ അതായത് ഇവിടെ പറയുന്നത് 1-ാമത്തെ ശ്ലോകത്തിലൂടെ ജീവദേഹങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം അജ്ഞാനത്തിൻ്റെ 5 ഭേദങ്ങളെ സൃഷ്ടിച്ചു. അതിനുശേഷമാകട്ടെ ആ സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവ് പോലും താൻ സൃഷ്ടിച്ച തമോ ഗുണപ്രധാനങ്ങളായിട്ടുള്ള ഈ പദാർത്ഥങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട് സ്വയം അശുദ്ധനായി മാറി. എന്നിട്ട് ആ പരിശുദ്ധിക്ക് വേണ്ടി ഇതാ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. 3-ാമത്തെ ശ്ലോകം: താവത് സസർജ് മനസാ സനകം സനന്ദം ഭൂയ സനാതനമുനിം ച സനത്കുമാരം തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാഃ ത്വത്പാദഭക്തിരസികാ ജഗൃഹുർന വാണീം. താവത് ഭൂയഃ മനസാ, പിന്നീട് അതായത് അങ്ങയെ വണങ്ങി അങ്ങയെ സ്മരിച്ചുകൊണ്ട് വീണ്ടും പരിശുദ്ധനാക്കപ്പെട്ട ബ്രഹ്മദേവൻ മനസാ സനകം സനന്ദം സനാതനമുനിം സനത്കുമാരം ച സസർജ, എന്നിട്ട് അദ്ദേഹം സ്വയം തൻ്റെ മനസ്സിൽ നിന്ന് സനകം, സനന്ദനം, സനാതനം, അതേപോലെ സനത്കുമാരൻ തുടങ്ങിയ 4 മുനിമാരെ സസർജ സൃഷ്ടി ചെയ്തു. സനകാദി മഹർഷികളുടെ സൃഷ്ടിയാണ്
ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത് ത്വത് പാദഭക്തിരസികാ തേന. ഈ ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ 4 മഹർഷിമാരും ത്വത് അങ്ങയുടെ പാദഭക്തിരസിക, അങ്ങയുടെ പാദഭക്തിയിൽ രസിച്ചിരിക്കുന്നവരാണ്. അതായത് ഈ സൃഷ്ടി ചെയ്തിട്ടുള്ള ഈ 4 മഹർഷിമാരും അല്ലയോ ഭഗവാനെ അങ്ങയുടെ ഭക്തന്മാരാണ്. തേന സൃഷ്ടികർമ്മണി നിയുജ്യമാന വാണീന്ന ജഗൃഹു. അവരാകട്ടെ ബ്രഹ്മദേവനാൽ സൃഷ്ടി ചെയ്യണം എന്ന് കൊടുത്തിട്ടുള്ള ആ ആജ്ഞയെ അവർ സ്വീകരിച്ചില്ല. അങ്ങയിലുള്ള ഭക്തിയിൽ മുഴുകി ജീവിക്കുവാനായി ആഗ്രഹിച്ചിട്ടുള്ള ഈ 4 മുനിമാരും ബ്രഹ്മദേവൻ തൻ്റെ മക്കളായിട്ടുള്ള ഈ 4 മഹർഷിമാരോടും സൃഷ്ടികർമ്മത്തിൽ തന്നെ സഹായിക്കണം എന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആജ്ഞയെ ആ മഹർഷിമാർ എല്ലാവരും ചേർന്ന് നിരാകരിച്ചു. 4-ാമത്തെ ശ്ലോകം. താവത് പ്രകോപമുദിതം പ്രതിരുന്ധതോസ്യ ഭ്രൂമധ്യതോ ജനിമൃഡോ ഭവദേകദേശഃ നാമാനി മേ കുരു പദാനി ച ഹാ വിരിഞ്ചേതി ആദൗ രുരോധ കില തേന സ രുദ്രനാമാ. താവത് ഉദിതം പ്രകോപം. ഈ മുനിമാരെല്ലാം തൻ്റെ ആജ്ഞയെ തിരസ്കരിച്ചു എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ബ്രഹ്മദേവന് ഉണ്ടായിട്ടുള്ള ആ പ്രകോപം അല്ലെങ്കിൽ കോപം പ്രതിരുന്ധതഃ അസ്യ ഭൂമധ്യതഃ, അത് സ്വയം അടക്കിപ്പിടിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുള്ള അസ്യ ഭൂമധ്യതഃ, ഈ ബ്രഹ്മദേവന്റെ ഭൂമധ്യത്തിൽ നിന്ന് ഭവദേകദേശഃ മൃഡഃ, അല്ലയോ ഭഗവാനെ അങ്ങയുടെ തന്നെ മറ്റൊരു അംശമായിട്ടുള്ള മൃഡൻ അജനി ഇതാ ഇവിടെ ജനിച്ചിരിക്കുന്നു. ഹാ വിരിഞ്ച മേ നാമാനി പദാനി ച കുരു. അത് ഉണ്ടായ ശേഷം മൃഡൻ ഉണ്ടായ ശേഷം, മൃഡൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശിവതത്വത്തെയാണ്. അത് സൃഷ്ടിക്കപ്പെട്ട ശേഷം തനിക്ക് നാമങ്ങളും പദങ്ങളും അല്ലെങ്കിൽ സ്ഥാനങ്ങളും നൽകൂ എന്ന് വിരിഞ്ചനായിട്ടുള്ള ബ്രഹ്മദേവനോട് പറയുകയാണ്. സ ആദൗ രുരോധ കില തേന രുദ്രനാമ. ഇപ്രകാരം ഉള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സ്വയം വാവിട്ട് നിലവിളിച്ചുകൊണ്ടാണ് ഈ മൃഡൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് രുദ്രൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. രുദതി രുദ്രഹ രോദതേ ഇതി രുദ്രഹ. നിലവിളി കൊണ്ടാണ് അല്ലെങ്കിൽ നിലവിളിച്ചുകൊണ്ടാണ് സൃഷ്ടി ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു തത്വത്തിന് രുദ്രൻ എന്ന പേര് നൽകിയത്. ഈ രീതിയിലാണ് 11 രുദ്രന്മാരും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. 5-ാമത്തെ ശ്ലോകം. ഏകാദശാഹ്വയതയാ ച വിഭിന്ന രൂപം രുദ്രം വിധായ ദയിതാ വനിതാശ്ച ദത്വാ താവന്ത്യദത്ത ച പദാനി ഭവത് പ്രണുന്നഃ പ്രാഹ പ്രജാവിരചനായ ച സാദരം തം. ഭവത് പ്രണുന്നഃ സഹ. ലയോ ഭഗവാനെ അങ്ങയാൽ പ്രേരിതരാക്കപ്പെട്ടിട്ടുള്ള ബ്രഹ്മദേവൻ രുദ്രം ഏകാദശാഹ്വയതയാ വിഭിന്ന രൂപം ച വിധായ. ഈ രുദ്രന്മാർക്ക് 11 തരത്തിലുള്ള പേരുകളും 11 രൂപങ്ങളും നൽകിയിട്ട് ഒപ്പം ദയിതാ വനിതാശ്ച ദത്വാ, അവർക്ക് ഓരോരുത്തർക്കും ഓരോ വനിതാരത്നങ്ങളെയും നൽകി. താവന്തി പദാനി ച അദത്ത സാദരം തം പ്രജാവിരചനായ പ്രാഹ. ഒപ്പം ഈ 11 രുദ്രന്മാർക്കും 11 സ്ഥാനമാനങ്ങളും നൽകി. അതിനുശേഷം പ്രജാസൃഷ്ടിക്ക് വേണ്ടി ബ്രഹ്മദേവൻ ഈ രുദ്രനോട് ആജ്ഞാപിക്കുകയും ചെയ്തു. 6-ാമത്തെ ശ്ലോകം. രുദ്രാഭിസൃഷ്ട ഭയദാകൃതി രുദ്രസംഘ സംപൂര്യമാണ ഭുവനത്രയ ഭീതിചേതാ മാമാ പ്രജാസൃജ തപശ്ചരമംഗലായേതി ആചഷ്ടതം കമലഭൂർഭവദീരിതാത്മാ. ഇപ്രകാരം ബ്രഹ്മദേവനാൽ പ്രജാസൃഷ്ടിക്ക് വേണ്ടി ആജ്ഞാപിക്കപ്പെട്ടിട്ടുള്ള രുദ്രൻ 11 രുദ്രന്മാരും പ്രജകളെ സൃഷ്ടിക്കുവാനായിട്ട് തുടങ്ങി. രുദ്രാഭിസൃഷ്ട ഭയദാകൃതി രുദ്രസംഘ, അതായത് രുദ്രനാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഭയങ്കരന്മാരായിട്ടുള്ള ഭയദാകൃതികളായിട്ടുള്ള രുദ്രസംഘത്തെ സമ്പൂര്യമാണ് ഭുവനത്രയ ഭീതചേതാഹ,
ഈ 3 ലോകങ്ങളും ഈ ഭയാകൃതിയിലുള്ള ഭയങ്കരമൂർത്തികളായിട്ടുള്ള പ്രജകളെ കൊണ്ട് നിറയുന്നു എന്ന് കണ്ട ബ്രഹ്മദേവൻ സ്വയം പേടിച്ചിട്ട് ഭയത്തോടുകൂടി ഭവതീരിതാത്മാ പ്രജാ മാമാസൃജ ആ രുദ്രന്മാരോട് ഇപ്രകാരം പറഞ്ഞു, പ്രജകളെ ഇനി താങ്കളാൽ സൃഷ്ടിക്കപ്പെടേണ്ടതില്ല. മംഗളായ തപശ്ചര, ഈ 3 ലോകങ്ങൾക്കും മംഗളം ഭവിക്കുവാനായിട്ട് അങ്ങ് തപസ്സിനെ ചെയ്താലും വിതീതമാചഷ്ട ഇപ്രകാരം അരുളി ചെയ്തു. 11 രുദ്രന്മാരോടും. അതായത് മുൻപേ തന്നെ പറഞ്ഞു, സനകാദി മഹർഷിമാര് ബ്രഹ്മദേവൻ പ്രജകളെ സൃഷ്ടിക്കുവാനായി കൊടുത്ത ആജ്ഞയെ തിരസ്കരിച്ചതിലുണ്ടായിട്ടുള്ള ആ കോപത്തിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്നും 11 രുദ്രന്മാരും ആവിർഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ബ്രഹ്മദേവൻ്റെ ഏതൊരു ഭാവമാണോ ആ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടപ്പോൾ ഉണ്ടായത്, അതായത് ആ ക്രോധം എന്നുള്ള ഭാവം, അതിൻ്റെ ഒരു പ്രതിസ്ഫുരണമാണ് രുദ്രൻ എന്ന് പറയപ്പെടുന്ന ഈ തത്വത്തിലും കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ അപ്രകാരത്തിലുള്ള ക്രുദ്ധ അല്ലെങ്കിൽ ക്രോധ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള ഈ രുദ്രന്മാരാൽ സൃഷ്ടിക്കപ്പെടുന്ന പ്രജകളും അത്തരം സ്വഭാവികളായിരിക്കും. അങ്ങനെയുള്ളവരെ കൊണ്ട് ഈ 3 ലോകവും നിറഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്തിനെ ഓർത്ത് ഭയപ്പെട്ടിട്ടാണ് ബ്രഹ്മദേവൻ രുദ്രനോട് പ്രജാസൃഷ്ടി മതി, നിർത്തിക്കോളൂ എന്ന് ആജ്ഞാപിച്ചത്. എന്നിട്ട് പിന്നീട് ഈ സൃഷ്ടിക്ക് വേണ്ടി ഈ 3 ലോകങ്ങൾക്കും വേണ്ടിയിട്ട് തപസ്സിനെ ചെയ്യുവാനായിട്ട് ആജ്ഞാപിച്ചതും അതുകൊണ്ടാണ്. 7ാമത്തെ ശ്ലോകം. തസ്യാധ സർഗരസികസ്യ മരീചിരത്രി തത്രാംഗിരാ ക്രതുമുനി പുലഃ പുലസ്ത്യഃ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഹ്രിദാസഃ. അധ തത്ര സർഗരസികസ്യ തസ്യ, അതിനുശേഷം ഈ രുദ്രനോട് പ്രജാസൃഷ്ടിയെ ചെയ്തത് അവസാനിപ്പിച്ചുകൊള്ളൂ, ശേഷം തപസ്സിനായി പൊയ്ക്കോളൂ എന്ന് ആവശ്യപ്പെട്ടതിന് ശേഷം ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിൽ രസികനായിട്ടുള്ള അദ്ദേഹം തൻ്റെ അംഗാദ മരീചി അത്രി അങ്കിര ക്രതുമുനി പുലഃ പുലസ്ത്യ ഭൃഗുശ്ച, ഈ പറയപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അംഗങ്ങളിൽ നിന്ന്, അവയവങ്ങളിൽ നിന്ന് മരീചി, അത്രി, അങ്കിര, ക്രതുമുനി, പുലഹൻ, പുലസ്ത്യൻ, ഭൃഗു തുടങ്ങിയ സപ്തർഷികളെയും വസിഷ്ഠദക്ഷൗച, വസിഷ്ഠനെയും ദക്ഷനെയും ഹേ ഭഗവൻ ഭവദംഘ്രിദാസഃ ശ്രീനാരദശ്ച അജായത, ലയോ ഭഗവാനെ നാരായണ, അങ്ങയുടെ പാദസേവകനായിട്ടുള്ള നാരദമുനിയെയും സൃഷ്ടിച്ചു. അടുത്ത ശ്ലോകം. ധർമാദികാനഭിസൃജന്നഥ കർദമം ച വാണീം വിധായ വിധിരംഗജ സങ്കുലോഭൂത് ത്വത് ബോധിതൈ സനകദക്ഷമുഖൈസ്തനൂജൈർ ഉദ്ബോധിതശ്ച പിരരാമ തമോ വിമുഞ്ജൻ. അധ ധർമാദികാൻ കർദമം ച അഭിസൃജൻ, ധർമാദികൾ അതായത് ധർമ്മദേവനായിട്ടുള്ള യമദേവനെയും കർദമ പ്രജാപതിയെയും സൃഷ്ടിച്ച ശേഷം വാണീം വിധായ, വാണീദേവിയായിട്ടുള്ള സരസ്വതീ ദേവിയെയും അദ്ദേഹം സൃഷ്ടി ചെയ്തു. വിധിഹി അംഗജസങ്കുലഃ അഭൂത്, എന്നാൽ സരസ്വതീ ദേവിയുടെ സൃഷ്ടിക്കു ശേഷം ദേവിയിൽ തന്നെ കാമപരവശനായിത്തീർന്നു ഈ പറയപ്പെടുന്ന ബ്രഹ്മദേവൻ. ത്വത് ബോധിതൈഹി സനകദക്ഷമുഖൈഹി തനൂജൈഹി, എന്നാൽ അല്ലയോ ഭഗവാനെ, അങ്ങയാൽ ഉദ്ബോധിതനാക്കപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പ്രേരണയാൽ സനകാദികളായിട്ടുള്ള ബ്രഹ്മദേവന്റെ പുത്രന്മാർ അവരാൽ ഉദ്ബോധിതഃ തമഃ വിമുഞ്ജൻ വിരരാമ, ആ പറയപ്പെട്ടിട്ടുള്ള മക്കളാൽ അല്ലെങ്കിൽ സനകാദി മഹർഷിമാരാൽ ഉദ്ബോധിതനാക്കപ്പെട്ട് ബ്രഹ്മദേവൻ ആ അജ്ഞാനത്തിൽ നിന്നും സ്വയം പിന്തിരിഞ്ഞു. അതും ഭഗവാനെ അങ്ങയുടെ പ്രസാദത്താലാണ് സംഭവിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്. 9ാമത്തെ ശ്ലോകം. വേദാൻ പുരാണനിവഹാനപി സർവവിദ്യാഃ കുർവന്നിജാനനഗണാശ്ചതുരാനനോऽസോ പുത്രേഷു തേഷു വിനിധായ സ സർഗവൃദ്ധിം അപ്രാപ്നുവംസ്തവ പദാംബുജമാശ്രിതോऽഭൂത്.
നിജ ആനനഗണാത് ബ്രഹ്മദേവൻ തൻ്റെ ആനനഗണത്തിൽ നിന്നല്ലെങ്കിൽ മുഖത്തിൻ്റെ ആ കൂട്ടത്തിൽ നിന്ന് 4 മുഖങ്ങളോട് കൂടിയിട്ടുള്ള ബ്രഹ്മാവ് തൻ്റെ ആ 4 മുഖങ്ങളിൽ നിന്നും വേദാൻ പുരാണാനിവഹാൻ സർവവിദ്യാ അല്ലെങ്കിൽ വേദങ്ങളും വേദാംഗങ്ങളും പുരാണങ്ങളും തുടങ്ങിയ എല്ലാ വിദ്യകളുടെയും ഉറവിടങ്ങളെ സൃഷ്ടിച്ച ശേഷം തേഷു പുത്രേഷു വിനിധായ ആ അറിവുകളെയെല്ലാം തൻ്റെ പുത്രന്മാരിൽ പ്രതിഷ്ഠ ചെയ്തു. സർഗവൃദ്ധിം അപ്രാപ്നുവൻ തവ പദാംബുജം ആശ്രിതഃ അഭൂത്. എന്നാൽ ഇപ്രകാരമെല്ലാം ചെയ്തിട്ടും താൻ സൃഷ്ടി ചെയ്തിട്ടുള്ള ഈ സർഗസൃഷ്ടിയിൽ തൃപ്തി പോരാതെ വന്നിട്ടുള്ള ബ്രഹ്മദേവൻ അങ്ങയുടെ പാദാംബുജങ്ങളെ വീണ്ടും ആശ്രയിച്ചു. ജാനൻ ഉപായമഥ ദേഹമജോ വിഭജ്യ സ്ത്രീ പുംസഭാവമഭജൻ മനു തദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയംസ്ത്വം ഗോവിന്ദ മാരുതപുരേശ വിരുന്ധിരോഗാൻ. അധ അജഹ അതിനുശേഷം ഈ തന്നാൽ ചെയ്യപ്പെട്ടിട്ടുള്ള സൃഷ്ടികർമ്മത്തിൽ തൃപ്തി പോരാഞ്ഞിട്ട് ബ്രഹ്മദേവൻ അങ്ങയെ ആശ്രയിച്ചു എന്ന് പറഞ്ഞുവല്ലോ. അപ്രകാരം ഭഗവാനെ ആശ്രയിച്ചതിന് ശേഷം ബ്രഹ്മദേവന് തൻ്റെ സൃഷ്ടിയിൽ അല്ലെങ്കിൽ സൃഷ്ടികർമ്മത്തിൽ ഉണ്ടായിട്ടുള്ള ആ പോരായ്മയെപ്പറ്റി അവബോധമുണ്ടാവുകയും അതിനുള്ള ഉപായത്തെ കണ്ടെത്തുകയും ചെയ്തിട്ട് ദേഹം വിഭജ്യ മനു തത് വധൂഭ്യാം